ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി സോപ്പിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മൾ ഉണ്ടാക്കാൻ പോണ സോപ്പിന്റെ ടൊമാറ്റോ സോപ്പാണ് കേട്ടോ. തക്കാളി സോപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ഒരു അടിപൊളി തക്കാളി സോപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ അതിനുവേണ്ടി തക്കാളി ജ്യൂസാക്കി ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ബേസ് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് 2 സോപ്പിനുള്ളത് 100 ഗ്രാമിന്റെ 200 ഗ്രാം സോപ്പ് ബേസ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഗ്ലിസറിൻ, അതുപോലെ വൈറ്റമിൻ ഇ കോൺസെൻട്രേറ്റ്, ഡവിന്റെ സ്മെല്ലാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്യുന്നത്. കളർ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഈ ഇതിനെന്തോരം കളർ കിട്ടും ആ കളർ തന്നെ, നാച്ചുറൽ ആയിട്ടുള്ള കളർ തന്നെ. കളർ വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമുക്ക് എന്നും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഒരു അടിപൊളി തക്കാളി സോപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി ഞാൻ സ്റ്റീൽ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമുക്ക് സോപ്പ് ബേസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് കെയറായി ചെയ്യാം കേട്ടോ, സൂക്ഷിച്ച് ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോഴത്തെ വെള്ളമൊക്കെ മേത്തേക്ക് തെറിച്ച് പൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതില്ലാണ്ടിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ എന്നും പറഞ്ഞ പോലെ തന്നെ നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കുക. വേറെ ഒന്നുമില്ല, സ്റ്റീൽ പാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഗ്ലാസിന്റെ ബോളുകൾ ഉപയോഗിക്കുക കേട്ടോ. അലുമിനിയം പാത്രം ഉപയോഗിക്കാതിരിക്കുക. ഓക്കെ, അപ്പൊ ഇത് മെൽറ്റ് ആയിട്ട് ബാക്കിയുള്ളതൊക്കെ കാണിച്ചു. അപ്പൊ ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ സോപ്പ് ബേസ് ഒക്കെ അടിപൊളിയായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ എക്സ്ട്രാക്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ നമ്മൾ ജ്യൂസ്, അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഏകദേശം ഒരു 10 മില്ലിയോളം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് കോൺസെൻട്രേറ്റ് വൈറ്റമിൻ ഇ അല്ലെങ്കിൽ ആ ടാബ്ലറ്റ്സ് ആയാലും മതിട്ടോ. നമുക്ക് നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും, അതായാലും മതി. ഓക്കെ, ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. പെർഫ്യൂം നമുക്കിപ്പോൾ ആഡ് ചെയ്യണ്ട കേട്ടോ. അത് നമുക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ടെമ്പറേച്ചർ ഒന്ന് കുറഞ്ഞതിന് ശേഷം നമുക്ക് പെർഫ്യൂം ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ പെർഫ്യൂമിൻ്റെ ആ സ്മെല്ല്, നമ്മൾ വിചാരിച്ച സ്മെല്ല് നമ്മൾ ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടില്ല സോപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, പുറത്തേക്ക് എടുത്ത് വയ്ക്കാം നമുക്ക്. ഓക്കെ, മിക്സ് ചെയ്തതിന് ശേഷം അത് പുറത്തേക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ അത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കളർ ഇതിൽ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ ഓൾറെഡി ആ ജ്യൂസിൻ്റെ കളറാണ് ഈ കാണുന്നത്, തക്കാളിയുടെ. 200 ഗ്രാം ബേസ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് 2 സോപ്പിന് വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും വളരെ എളുപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ട സംഭവം കേട്ടോ ഈ സോപ്പ്, ഗ്ലിസറിൻ സോപ്പ്. അപ്പോൾ ഇതിൻ്റെ ബേസ് വാങ്ങി നമുക്കിത് വളരെ സിമ്പിളായിട്ട് നമുക്കൊരു 10 മിനിറ്റ് നമുക്ക് ഇതിനു വേണ്ടി നമുക്ക് ചിലവഴിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് പരിശ്രമിക്കുക, ചെയ്യുക. ഇതിൽ ചെയ്ത് കഴിഞ്ഞിട്ട് കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഒന്ന്. അപ്പോൾ നമ്മുടെ ഇതിലേക്ക് നമ്മൾ പെർഫ്യൂം ആഡ് ചെയ്ത് കൊടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ സ്മെല്ലൊക്കെ നമുക്ക് 1 കിലോ അല്ലെങ്കിൽ എന്ന് പറയുന്ന പോലെ തന്നെ നമുക്കൊരു 20 മില്ലിയോളം 20 ഗ്രാമോളം സ്മെല്ല് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് കണക്കാക്കി നമുക്ക് സ്മെല്ലിന് കണക്കാക്കി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള സ്മെല്ലുകളൊക്കെ ആണെങ്കിൽ കുറച്ച് മതിയാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണാറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് മുകളിലേക്ക് ഇത് നമുക്ക് ഒഴിച്ച് സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടുണ്ടാവും കേട്ടോ കുറച്ച്. അപ്പോൾ അതൊക്കെ കൈയൊക്കെ ഒന്ന് പൊള്ളാണ്ട് ശ്രദ്ധിച്ച് ഒഴിക്കുക. ഓക്കെ, ഇപ്പോൾ 2 സോപ്പ് നമുക്ക് 100 ഗ്രാമിൽ കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 3 മണിക്കൂർ കൊണ്ട് ഇത് സെറ്റ് ആവും കേട്ടോ. നമ്മൾ നൈറ്റിലാണ് സോപ്പുകൾ ഉണ്ടാക്കി വയ്ക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത് നാളെ മോർണിംഗിൽ നമുക്ക് അടിപൊളിയായിട്ട് സെറ്റായി കിട്ടും. നമുക്ക് ഒരു 3 മണിക്കൂറൊക്കെ മതിയിട്ട് അത് സെറ്റ് ആവാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ സെറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മളെ തക്കാളി സോപ്പ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനപ്പോൾ എടുത്ത് കാണിച്ചു തരാം കേട്ടാ. ഇതാണ് നമ്മുടെ തക്കാളി സോപ്പ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഒരു രക്ഷയില്ലാത്ത സോപ്പുകളാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. കണ്ടില്ലേ, 200 ഗ്രാമിൻ്റെ 2 സോപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക എങ്ങനെയുണ്ടെന്നുള്ളത്. സോപ്പ് ബേസ് കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തുള്ള കെമിക്കൽ ഷോപ്പുകളിൽ പോയി കഴിഞ്ഞ് കിട്ടും. നല്ല ക്വാളിറ്റികൾ നോക്കി വാങ്ങിക്കുക. അഥവാ കിട്ടിയില്ലെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്മളത് എങ്ങനെയും അയച്ചു തരാൻ പറ്റും നോക്കാം ഉണ്ടാ.
അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി, നമുക്ക് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള സോപ്പുകൾ പരമാവധി ഉപയോഗിച്ചൂടെ, അതല്ല ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഇനി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ബൈ.